സ്ഫോടനാത്മകമായ സാഹചര്യമാണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത്. എന്തും സംഭവിക്കാമെന്നുള്ളൊരവസ്ഥ. ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുന്ന രീതിയിലാണ് കലാപകാരികൾ മുന്നോട്ട് പോകുന്നത്. ബംഗ്ലാദേശിൻ്റെ വിവിധ നഗരങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ കലാപകാരികൾ അഴിഞ്ഞാടുകയാണ്. പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളെ വരെ വെറുതെ വിടുന്നില്ല. അതുകൂടാതെ തന്നെ സംഘടിതമായ രീതിയിൽ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നു. ഒരു ഹിന്ദു യുവാവിനെ വളരെ ദാരുണമായ രീതിയിൽ കലാപകാരികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ഒരു നിയമവാഴ്ച ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു മൊബോക്രസി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ലോലെസ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പാവ ഭരണാധികാരിയായ മുഹമ്മദ് യൂനസിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഷെറീഫ് ഒസ്മാൻ ഹാദി എന്ന കടുത്ത ഇന്ത്യ വിരുദ്ധനായ ജൻസി നേതാവിൻ്റെ കൊലപാതകമാണ് ഭയാനകമായ ഈ ഒരു സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശിനെ എത്തിച്ചിരിക്കുന്നത്. ഈ ഒസ്മാൻ ഹാദി എന്ന് പറഞ്ഞാൽ കടുത്ത ഇന്ത്യ വിരുദ്ധത പുലർത്തുന്ന ഒരു ജൻസി നേതാവാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇൻക്വിലാബ് മഞ്ച് എന്ന സംഘടനയുടെ നേതാവാണ്. വളരെ ജിഹാദി ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധത സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആളിക്കത്തിക്കുന്ന പോസ്റ്റുകളൊക്കെ ഇടുന്ന നേതാവായിരുന്നു ഈ ഒസ്മാൻ ഹാദി കഴിഞ്ഞ ദിവസം, അതായത് ഈ കൊലപാതകത്തിന് തൊട്ട് മുമ്പ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് ഇന്ത്യയുടെ ഭൂപടം വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും നൽകുന്ന രീതിയിൽ അത്യന്തം പ്രകോപനപരമായ ഒരു പോസ്റ്റായിരുന്നു. ഈ രീതിയിലുള്ളൊരു നേതാവാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ? ഇപ്പം ഇന്ത്യയിലൊക്കെ അജ്ഞാതൻ എന്നുള്ള രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് പാകിസ്ഥാൻ്റെയും ISIയുടെയും ഒരു ഹാൻഡി വർക്കായിട്ടാണ് പൊതുവെ ഡിപ്ലോമാറ്റ്സ് ഒക്കെ മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാനും ISIയും ലഷ്കർ ഇ തോയ്ബ പോലുള്ള ഭീകര സംഘടനകളൊക്കെ ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം ബംഗ്ലാദേശിൽ അവരുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഒരു ഉന്നത സൈനികൻ മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ വന്ന് നിർണായക കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു ഭരണാധികാരി, അതായത് മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ബംഗ്ലാദേശിലെ പാവ ഭരണാധികാരി സത്യത്തിൽ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണാധികാരിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റം കൃത്യമായുള്ള ഒരു അവസരമായി പാകിസ്ഥാൻ വിനിയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ജൻസി വിപ്ലവം, ഈ ജൻസി വിപ്ലവത്തിന് പിന്നിലെ പ്രധാന ശക്തി ഇസ്ലാമി ഛാത്ര ശിബിർ എന്ന് പറയുന്ന ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഡിഫാക്റ്റോ ഓർഗനൈസേഷനായിരുന്നു, വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. ആ ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ്, ആ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അവിടെ കൃത്യമായിട്ടുള്ള ഫുട് ഹോൾഡ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു സ്ലീപ്പർ സെൽ ISIയുടെ പാകിസ്ഥാൻ എംബസി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഉന്നത സൈനികരൊക്കെ ആ ഒരു സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുക, അതായത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിച്ച് ഒരു പാവ ഭരണകൂടത്തെ, അതായത് ഒരു ഇസ്ലാമിസ്റ്റ് പാവ ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാന് സാധിക്കും. ഇപ്പോൾ തന്നെ അതിർത്തി കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അതുകൂടാതെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ISIയുടെ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശി മത്സ്യബന്ധന ബോട്ടുകളുടെ കടന്നുകയറ്റം ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിച്ച് വരുന്നതെല്ലാം ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയം തന്നെയാണ്. കാരണം ആയിരക്കണക്കിന് കിലോമീറ്റർ നമുക്ക് അതിർത്തിയുണ്ട് ബംഗ്ലാദേശുമായി. പലയിടങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട്, അനധികൃത നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പം ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത് ഇപ്പോൾ നടക്കുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധതയാണ്. ഇത് പാകിസ്ഥാൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കലാപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലെ ഏറ്റവും ഭീകരമായ ഒരു സംഘടന എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. 1960കളുടെ അവസാനം 1970കളിൽ തുടക്കത്തിൽ, അതായത് ഈ ബംഗ്ലാ വിമോചന സമരമൊക്കെ നടക്കുമ്പോൾ കടുത്ത ബംഗ്ലാ വിരുദ്ധത ആളിക്കത്തിച്ച് പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ റസാക്കർ എന്ന് പറയുന്ന ആ ഒരു പാരാമിലിറ്ററി ഓർഗനൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ബംഗ്ലാദേശിൽ അഴിച്ചുവിട്ടത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതുകൂടാതെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വംശഹത്യ, ആ രീതിയിൽ ഒരു മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത പല പ്രമുഖ നേതാക്കളെയും, മുൻ അമീറുമാരെ വരെ ഷെയ്ഖ് ഹസീന നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. ചിലരെ
ചിലർക്ക് തൂക്കുകയർ നൽകി. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പം ഈ ഒരു നിരോധനം നീങ്ങിയത് ഈ ജൻസി വിപ്ലവത്തിന് ശേഷമാണ്. അതായത് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം മുഹമ്മദ് യൂനസ് എടുത്ത ആദ്യത്തെ തീരുമാനം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്ലോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അതായത് പാകിസ്ഥാൻ കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ജൻസി വിപ്ലവമാണ് ബംഗ്ലാദേശിൽ നടന്നത്. അവരുടെ ലക്ഷ്യമൊന്നുമില്ല, ഇന്ത്യക്ക് തൊട്ടരികിൽ അതായത് ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തെ കൊണ്ടുവരിക, അതുവഴി തങ്ങളുടെ ആശയങ്ങൾ അവിടെ നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ കലാപങ്ങൾ, ഹിന്ദുവിരുദ്ധ കലാപങ്ങളും പൊതുമുതൽ നശിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്നിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനുമാണെന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് വലിയ അറിവൊന്നും വേണ്ട ഒരു സാഹചര്യമില്ല. പിന്നെ ബംഗ്ലാദേശിലെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ, ബംഗ്ലാദേശിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നു. ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ പിന്തുണയൊക്കെ ബംഗ്ലാദേശിലുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വലിയൊരു വിഭാഗം ബംഗ്ലാദേശിലെ ജനങ്ങൾ ബംഗ്ലാദേശീയതയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്, പ്രത്യേകിച്ച് അവാമി ലീഗിൻ്റെ സപ്പോർട്ടേഴ്സ്. അപ്പം ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയുള്ള ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അവാമി ലീഗ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ രീതിയിൽ മുഹമ്മദ് യൂനസ് ഭരണകൂടം അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുന്നത്. അപ്പം അവാമി ലീഗ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ബംഗ്ലാദേശിലെ ഈ ഒരു അത്യന്തം സ്ഫോടനാത്മകമായ സാഹചര്യം ഇന്ത്യക്ക് ഏറെ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് അസമിലും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും ബംഗാളിലും അസമിലും ഒക്കെ വലിയ തോതിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇൻസർജന്റ് ഓർഗനൈസേഷൻസ്, അതായത് നോർത്ത് ഈസ്റ്റിലെ വിവിധ ഇൻസർജന്റ് ഓർഗനൈസേഷൻസിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ അവർക്ക് പിന്തുണ നൽകാനുള്ള ശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ISIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഇന്ത്യക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.